ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഡി എക്സ്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതിനെ നമുക്ക് ആദ്യം തന്നെ എക്സ് ഇൻറ്റു ഇവിടെ നോക്കിയേ 1/e റൈസ് ടു എക്സ് സ്ക്വയർ അല്ലേ ഇനി എഴുതാനുള്ളത്. 1/e റൈസ് ടു എക്സ് സ്ക്വയറിന് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അതറിയാമല്ലോ. ഇപ്പോൾ 1/a റൈസ് ടു n വന്നാൽ നമ്മൾ a റൈസ് ടു മൈനസ് n എഴുതാറില്ലേ? അതേപോലെ തന്നെയാണ് 1/e റൈസ് ടു എക്സ് സ്ക്വയറിന് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഡി എക്സ് അല്ലേ? ഞാൻ പറഞ്ഞിരുന്നു ഇതിനു മുമ്പത്തെ പ്രോബ്ലങ്ങളിലെല്ലാം ഇ റൈസ് ടു എഫ് ഓഫ് എക്സ് വന്നാൽ എന്ത് ചെയ്യും? ഇ റൈസ് ടു എഫ് ഓഫ് എക്സ് വന്നാൽ ആ എഫ് ഓഫ് എക്സിന് ടി കൊടുക്കും. ഇവിടെ ഇയുടെ പവർ ആരാണ്? ഇയുടെ പവർ മൈനസ് എക്സ് സ്ക്വയർ ആണ് അല്ലേ? പവർ എന്താണെന്ന് നോക്കാം. മൈനസ് എക്സ് സ്ക്വയർ ആണ്, അതിന് ടി കൊടുക്കുക. ഇയുടെ പവർ എന്താണോ അതിന് ടി കൊടുക്കുന്നു. ഇപ്പോൾ ടി ഈക്വൽ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതി. ഇപ്പോൾ ഡി ടി ബൈ ഡി എക്സ് എന്ത് വരും? മൈനസ് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x അല്ലേ? 2x എന്ന് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മളിതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 2x ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും. ശരിയാണോ? മൈനസ് 2x ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും. ഈ -2 നമുക്ക് റൈറ്റ് സൈഡിലോട്ട് എടുക്കാമല്ലോ. തെറ്റില്ലല്ലോ. -2 റൈറ്റ് സൈഡിലെത്തുമ്പോൾ 1/-2 ആയി മാറും. അപ്പോൾ എക്സ് ഡി എക്സ് ഈക്വൽ ടു 1/-2 ഡി എക്സ് ഡി ടി അല്ലേ? ഓർ എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് മുകളിലോട്ട് കൊണ്ടുപോയാലും തെറ്റില്ല. അപ്പോൾ എക്സ് ഡി എക്സ് ഈക്വൽ ടു -1/2 ഡി ടി. നമ്മൾ ഇൻ്റഗ്രേഷൻ എങ്ങനെ വരുന്നു നോക്കിയേ. ഇതായിരുന്നല്ലോ നമ്മൾ ഇൻ്റഗ്രേഷൻ. ഇ റൈസ് ടുൻ്റെ ടേം ഞാൻ ആദ്യം എഴുതിക്കോട്ടെ. അപ്പോൾ ഇത് ഇ റൈസ് ടു ടി എന്നാവും. ആ പവർ ടി ആയതുകൊണ്ട് ഇത് ഇ റൈസ് ടു ടി ആവും. ഇനി എന്താ എഴുതാൻ ബാക്കിയുള്ളത്? ഇനി എഴുതാൻ ബാക്കിയുള്ളത് എക്സ് ഡി എക്സ് ആണ്. എക്സ് ഡി എക്സ് -1/2 ഡി ടി. എക്സ് ഡി എക്സ് എന്താണ്? -1/2 ഡി ടി. ദാറ്റ് ഈസ് -1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റൈസ് ടു ടി എന്താണ്? ഇൻ്റഗ്രൽ ഇ റൈസ് ടു ടി ഇ റൈസ് ടു ടി തന്നെയാണ്. ഇപ്പം ഇത് -1/2 ഇൻറ്റു ഇ റൈസ് ടു ടി. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? അപ്പോൾ ടിക്ക് പകരം -x സ്ക്വയർ എഴുതാം. പ്ലസ് സി. ഇതാണ് ആൻസർ.